വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. വിവാഹ തട്ടിപ്പിനെ കുറിച്ചുള്ള വാർത്ത കേട്ടതാണ് തുടക്കം. തൃശൂരുകാരി സിന്ധു ബാലന്റെ മനസ്സിൽ ഒരു ആശയം കിളിർത്തു. കുടുംബശ്രീ മാട്രിമോണി എന്ന ഓൺലൈൻ പോർട്ടൽ. അറിവില്ലായ്മ കൊണ്ട് ചൂഷണത്തിന് വിധേയരാകുന്ന എത്രയോ കുടുംബങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി. ഇനി ആരും വിവാഹ തട്ടിപ്പിന് ഇരയാകരുതെന്നും ചിന്തിച്ചു. സിന്ധുവിന്റെ ചിന്തയിൽ നിന്ന് തുടങ്ങിയ ഈ പോർട്ടൽ വഴി ഇതുവരെ 140-ലധികം കല്യാണങ്ങൾ നടന്നു കഴിഞ്ഞു. കുടുംബശ്രീ സംരംഭകർക്കിടയിലെ നൂതന ആശയമാണ് ഈ വിവാഹ ബ്യൂറോ. തൃശൂർ ജില്ലയിലെ പോർക്കുളത്തെ മുൻ കുടുംബശ്രീ CDS ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും കൂടിയാണ് സിന്ധു. കേരളത്തിലെ എല്ലാ വാർഡുകളിലും കുടുംബശ്രീ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മുൻപ് വിവാഹം കഴിച്ചിട്ടുണ്ടോ, ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്നിങ്ങനെ സംസ്ഥാന ഏതൊരാളുടെ വിവരങ്ങൾ ലഭ്യമാക്കാൻ കുടുംബശ്രീക്ക് സാധിക്കും. ഇതുവഴി വിവാഹ ചൂഷണം ഒഴിവാക്കാമല്ലോ. ഓൺലൈൻ പോർട്ടലിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, സിന്ധു പറഞ്ഞു. തൃശൂർ ജില്ലയിലാണ് പോർട്ടലിന്റെ തുടക്കം. കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും മാട്രിമോണി വ്യാപിപ്പിക്കാൻ സിന്ധുവിനും ടീമിനും സാധിച്ചു. പെൺകുട്ടികൾക്ക് രജിസ്ട്രേഷൻ സൗജന്യമാണ്. കല്യാണം നടത്താൻ ചെറിയ ഫീസ് നൽകണമെന്ന് മാത്രം. ഈ ഫീസാണ് സംരംഭത്തിന്റെ വരുമാന മാർഗം. ഒരു രക്ഷിതാവിന്റെ ചുമതലാബോധം, അതാണ് ഈ സംരംഭം തരുന്നത്. അതുതന്നെയാണ് സിന്ധുവിന്റെ ഊർജവും. ഒരു ജോലി ലഭിച്ചാൽ പോകാം, ഇതാണ് സാധാരണക്കാരിയായ ഓരോ സ്ത്രീയും ചിന്തിക്കുന്നത്. അതിനപ്പുറത്തേക്ക് റിസ്ക് എടുക്കാനും സംരംഭം തുടങ്ങി വിജയിപ്പിക്കാനും അത് വ്യാപിപ്പിക്കാനും ഒക്കെ സ്ത്രീകൾ മുന്നോട്ട് വരണം. മാട്രിമോണിയുടെ ഈ ആശയം സമൂഹത്തിന് നൽകണമെന്നുണ്ട്. മാട്രിമോണി വിജയിപ്പിച്ചതോടെ കല്യാണവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ സംരംഭത്തിലേക്കാണ് സിന്ധു ഇനി കാൽ വെക്കുന്നത്. സ്ത്രീകളുടെ നേതൃത്വത്തിൽ കാറ്ററിംഗ്, ഒപ്പം സദ്യ വിളമ്പാനുള്ള ടീമും. കഴിക്കുന്നവരുടെ മനസ്സു നിറയാൻ സ്ത്രീകൾ വിളമ്പണമെന്ന ചിന്തയിൽ നിന്നാണ് ഈ 100 പേരുടെ ടീമിന്റെ തുടക്കം. ജനുവരിയിൽ 10,000 പേരുടെ സദ്യയുടെ നേതൃത്വം ഈ സംഘം ഏറ്റെടുത്തിരുന്നു. മോളെ എനിക്ക് വേണ്ടിയാണ് നീതി തുടങ്ങിയത്, എന്റെ മകൾക്ക് നല്ലൊരു ബന്ധമാണ് കിട്ടിയത് എന്ന വീട്ടമ്മമാരുടെ ഫോൺ വിളികളാണ് വിവാഹത്തിലൂടെ സാമൂഹ്യ സേവനം നടത്താൻ സിന്ധുവിനെ പ്രചോദിപ്പിക്കുന്നത്.